നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഭയങ്കര സന്തോഷം അടിക്കുന്നത് എന്തെന്നറിയോ? നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക 7 മാസത്തിന് ശേഷം ഒന്ന് കാണാൻ പറ്റി. നേരിട്ട് കാണാൻ പറ്റിയത് ടി വിയിലാണ് കണ്ട്. എൻ്റെ പൊന്നെ, നമ്മുടെ മലയാള പ്രാർത്ഥന കേട്ടു. എന്നാ ഗ്ലാമറ! നേരത്തേനെക്കാട്ടി ഭയങ്കര എനർജിയും പൂർവ്വത ശക്തിയോടെ എന്നാ ഗ്ലാമറ ഇപ്പം. അന്നത്തേനെക്കാട്ടി നേരത്തേനെക്കാട്ടി ഗ്ലാമർ. എന്തൊരു ഗ്ലാമർ! ഓ, അടിപൊളി. നല്ല കിട്ടി താടിയൊക്കെ വെച്ച്, നോർമൽ താടിയൊക്കെ വെച്ച്, കണ്ണാടിയൊക്കെ വെച്ച് സ്റ്റൈലിഷ് ലുക്കിലാണ് വന്നത്. ഹെയർ സ്റ്റൈലൊക്കെ എന്നാൽ അടിപൊളിയാണ്. പൊളിച്ച് 74 വയസ്സുണ്ട്. നമ്മുടെ എല്ലാം മലയാള പ്രാർത്ഥന കേട്ട്. ഞാൻ ഈ വീഡിയോ എന്ന് പറയുന്നപ്പം ഞങ്ങളുടെ വീട്ടിൽ പാട്ടിട്ടിരുന്നതെന്നറിയോ? കരുണാമയനെ ആ പാട്ട് ഇട്ടിരുന്നേ. ആ പാട്ട് കേട്ടപ്പോൾ ഒന്നുകൂടെ അങ്ങ് ഫീലിംഗ് ആയി. എനിക്ക് ഇക്കനെ നേരിട്ട് കാണാൻ ആകാംക്ഷ തോന്നി. കാരണം നമ്മൾ പഴയ പാട്ടുകൾ കാണുമ്പോൾ, ഇക്കയുടെ പാട്ടൊക്കെ കാണുമ്പോൾ നമുക്കങ്ങ് രോമാഞ്ചം. നമുക്കെന്തോ ഒരു നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ പോലെ നമ്മൾ മമ്മൂക്കയിൽ അതിനകത്ത് കണ്ടിരിക്കുന്നത്. അത് മമ്മൂക്ക 7 മാസം ഇടവേളത്തിന് ശേഷം തിരിച്ചു വന്നപ്പം അതാണ് കേരളം ആഘോഷിക്കുന്നുണ്ടോ. ചെന്നൈ എയർപോർട്ടിലാണ് വന്നിറങ്ങി. ഹൈദരാബാദിലേക്ക് പോവുക, പിന്നെ മഹേഷ് നാരായണ പറഞ്ഞ ഷൂട്ടിന് വേണ്ടി. അതിന് UK, അതിന് ഇനി കൊച്ചിയിലേക്ക് വരും. നമുക്ക് 7 മാസത്തിന് ശേഷം തിരിച്ചു വന്നപ്പം ഇത് കണക്ക് ഒരാൾ തിരിച്ചു വരാണ്ടി കാത്തിരുന്ന ഒരു നടൻ ഇന്ത്യൻ സിനിമയില്ല. അത്രയ്ക്ക് ആൾക്കാർ വെയിറ്റിംഗ് ആണ് ഈ അദ്ദേഹം വരാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ വരവിനെ കാത്തിങ്ങനെ ഇരിക്കുക ആൾക്കാർ. കട്ട വെയിറ്റിങ്ങിനായി. സത്യം പറയാൻ ഇമോഷണലായി. ആ വരവ് കണ്ട ഇമോഷൻ. അതായത് നമ്മൾ 7 മാസമായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരു ഫോട്ടോയോ പോസ്റ്റോ ഒന്നും കാണുന്നില്ല. ആ 7 മാസത്തിന് ശേഷം ഇന്ന് ഒന്നും കാണുന്നില്ല ലൈവായിട്ട്. അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി കേട്ടോ, സത്യമായിട്ടും. ഞാൻ എന്ന് പോലാണ് പടം കാണാൻ തുടങ്ങിയത്. അന്ന് കാണുന്ന ആദ്യത്തെ ഒരു പടവും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ മമ്മൂക്കാണ്, പപ്പാട സന്തപ്പൂസ്. എന്തിന് നമ്മൾ ഒരു സിനിമ, ഇന്ത്യൻ സിനിമ നടൻ, ഈ കേരളം പോട്ടെ, ഇന്ത്യൻ സിനിമ നടൻ പറഞ്ഞാൽ ഒരു തലയെടുപ്പുള്ള നടൻ ആ മമ്മൂക്ക മാത്രമേ ഉള്ളൂ. അത് വേറെ ആർക്കുമില്ല. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു നടനാണ് നടക്കുന്ന ആളാണ്. ഞാൻ എല്ലാ നടന്മാരോടും വർക്ക് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെയും ലാലട്ടോടെയും ചിരിഞ്ചിയുടെയും നമ്മുടെ യുവതാരങ്ങളുടെയും എല്ലാ നടന്മാരോടും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കണക്ക് തലയെടുപ്പുള്ള ഒരു നടൻ ഇന്ത്യൻ സിനിമയില്ല. ഇപ്പൊ തന്നെ ചെന്നൈ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ആ തലയെടുപ്പുണ്ട്. ഒരു നടന്റെ തലയെടുപ്പും ആ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒരു പവറും ആ ഒരു ഗാംഭീര്യം തോന്നിയത് ഇന്ത്യൻ സിനിമ ഞാൻ കണ്ടു മമ്മൂക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാ നടന്മാരും കണ്ടിട്ടുണ്ട്. ചിരിഞ്ചിയൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇത് കണ്ടോ, നിങ്ങൾ ആ ചെന്നൈ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സീൻ കണ്ടോ? ആൾക്കാരെ വന്ന് വളഞ്ഞ ആ ഒരു ഓറ കണ്ടോ? ആ ഒരു സ്ക്രീൻ പ്രസൻസ് കണ്ടോ? ആ ഒരു എടുപ്പ് കണ്ടോ? ആ തലയെടുപ്പ് അത് ഇന്ത്യൻ സിനിമയിൽ ഒരുത്തരും ഇല്ല. മലയാളത്തിൽ നല്ല ഇന്ത്യൻ സിനിമ ആർക്കും ഇല്ല ആ ഒരു തലയെടുപ്പ്. അതൊരു പ്രത്യേക സുഖം. മമ്മൂക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അമ്മാര് തലയെടുപ്പാ. ഞാനൊക്കെ എത്ര വർഷം കണ്ടിട്ടുണ്ടോ പറയാം. അതുകൊണ്ട് തലയെടുപ്പ് ആൾക്ക്. ഈ ഒരു 1000 പേരെ നടക്കില്ല, ഒരു 10,000 പേരെ നടക്കൊണ്ട് ഇട്ടാലും ഭയങ്കര തലയെടുപ്പാ. അതുകൊണ്ട് തലയെടുപ്പ് ഒരു നടനും ഇല്ല മലയാളത്തിൽ നല്ല ഇന്ത്യൻ സിനിമ ഇല്ല അങ്ങനെ ഒരു തലയെടുപ്പ്. അതാണ് നമ്മൾ നേരിട്ട് കാണുന്നവർക്ക് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ ശരിയാണോ തെറ്റാണോ. അത് നിങ്ങൾ ആ ചെന്നൈ എയർപോർട്ടിൽ വന്നിറങ്ങിയ സീൻ കണ്ടോ? ആ ഒരു വരവിൽ തന്നെ ആൾക്കാർ വന്ന് വളഞ്ഞപ്പോൾ ആ ഒരു ഇതുണ്ട്. അതാണ് ഒരു സിനിമ നടന്ന പവർ. അത് അദ്ദേഹം പവർ കാണിക്കുന്നില്ല. ആ പവർ നമുക്ക് തോന്നുകയാ, നമുക്കൊരു ഓറ തോന്നുകയാ. അതാണ് ഇത് നടനെന്ന് പറഞ്ഞത്. എനിക്ക് വേറൊരു നടൻ ഇങ്ങനെ തോന്നിയിട്ടില്ല കണ്ടിട്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെറുപ്പം മുതലേ കണ്ട് ആദ്യത്തെ പടം ആദ്യമായിട്ട് കാണുന്ന മമ്മൂക്കയുടെ പടമാണ്. ആദ്യമായിട്ട് കാണുന്ന ഒരു മെഗാസ്റ്റാറിന്റെ പടവും മമ്മൂക്കയുടെ തന്നെയാണ്. ആ ഒരു തലയെടുപ്പായിട്ട് തോന്നി എനിക്ക് ഇത്ര നാളത്തിന് ഇടയ്ക്ക് ഈ പ്രായം വരെ തോന്നി മമ്മൂക്കയെ കാണാൻ. നേരിട്ട് കണ്ടവർ അനുപമനെ ഒരു ഇന്റർവ്യൂ പറഞ്ഞല്ലോ, മമ്മൂക്കയെ നേരിട്ട് കണ്ടവർ അക്ഷയകുമാറിനെ കാണുമ്പോൾ ഒന്നും തോന്നത്തില്ല. അതാണ്. എന്തായാലും മമ്മൂക്ക 7 മാസം തിരിച്ചു വന്നല്ലോ, ഭയങ്കര സന്തോഷമായി. എൻ്റെ കണ്ണ് നിറഞ്ഞു. ആ കരുണാമനുള്ള പാട്ട് കേട്ടപ്പോൾ ഒന്നുകൂടെ എൻ്റെ കണ്ണ് നിറഞ്ഞു. ആ ഒരു ഫീലിംഗ്, ഈ പാട്ടുണ്ടല്ലോ, ആ പാട്ടിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് കേട്ടപ്പോൾ ആ സമയത്ത് മമ്മൂക്കയുടെ ഈ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അതെനിക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയേ. നമുക്ക് തിരിച്ച് വരുമ്പോൾ നമുക്കുള്ള ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ലോകത്തുള്ള എല്ലാ മലയാളികളും, കേരളീയർ മാത്രമല്ല എല്ലാ മലയാളികളുടെ പ്രാർത്ഥനയാണ് നമുക്ക് എത്രയും വേണം തിരിച്ചു വന്നത്. 7 മാസം ചെറിയൊരു ഇടവേള എടുത്തിട്ട് തിരിച്ചു വന്നത്. ആ തിരിച്ചു വരവിൽ തന്നെ നല്ല സ്റ്റൈലിഷ് ലുക്കിലാണ് വന്നത്. അതെ പെട്ടെന്ന് വീഡിയോ ചെയ്തത്. എനിക്ക് കണ്ടവൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. എനിക്ക് സന്തോഷമായി. കാരണം നമ്മൾ ആരായിച്ചിരുന്ന നടൻ, നമ്മൾ സിനിമ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നടൻ, മലയാളത്തിലെ തന്നെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ, ആദ്യത്തെ മെഗാസ്റ്റാർ, എന്നിട്ട് എൻ്റെ ആദ്യത്തെ മെഗാസ്റ്റാർ, ഞാൻ കൊച്ചിലെ പോലെ ആരാച്ചിരുന്ന നടൻ, ആ നടനെ നമ്മൾ 7 മാസം ശേഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പൂർവ്വശക്തിയോടെ തിരിച്ചു വന്നു. എന്നാ ഗ്ലാമറാണ് എനിക്ക് ഇപ്പോഴും. ഒരു ഗ്ലാമർ, ഒരു കുറവുമില്ല. നമുക്ക് തകർത്ത്